ജാക്കി ചാൻ താനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പല വേദികളിലും ആവർത്തിച്ചിരുന്നെങ്കിലും പല ആരാധകരും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന് അമാനുഷികമായ എന്തൊക്കെയോ ഘടകങ്ങളുണ്ടെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. ഇത് ഉറപ്പാക്കാനായി ജർമ്മനിയിലുള്ള ഒരു പ്രേക്ഷകൻ ഹോങ്കോങ്ങിൽ വന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ടു. ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്ത് ജാക്കി ചാൻ എല്ലാവരെയും പോലെ ഒരാളാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് മടങ്ങിയത്. അതിസാഹസികതയുടെ അടയാളങ്ങൾ ഇന്നും ജാക്കിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായുണ്ട്. എന്നാൽ ഇതര ആക്ഷൻ താരങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനായിരുന്നു ജാക്കി. ഫൈറ്റുകളും സാഹസികതയും മാത്രമല്ല ജാക്കിയുടെ ലോകം. സിനിമാ നിർമ്മാണം, സംവിധാനം, ഫൈറ്റ് കമ്പോസിംഗ്, തിരക്കഥ, ഗായകൻ എന്നിങ്ങനെ പല മേഖലകളിൽ പയറ്റിത്തെളിഞ്ഞ ജാക്കി ചാന്റെ നർമ്മബോധവും അപാരമാണ്. ഇതര ആക്ഷൻ സിനിമകളിൽ നിന്ന് വിഭിന്നമായി തന്റെ പല സിനിമകളിലും നർമ്മത്തിന്റെ നേർത്ത ഒരു അടിയൊഴുക്ക് നിലനിർത്തുന്ന ജാക്കിക്ക് ഹാസ്യരംഗങ്ങളിലും ശോഭിക്കാൻ കഴിയുന്നു. 1982 ജാക്കിയുടെ വിവാഹം. തായ്വാനിയൻ നടിയായ ജൂവാൻ ലിനെയാണ് അദ്ദേഹം ജീവിത സഖിയാക്കിയത്. ഈ ദമ്പതികളുടെ ഏകപുത്രനായ ജെയ്സി ചാൻ നടനും ഗായകനുമാണ്. വിവാഹേതര ബന്ധത്തിൽ ഒരു മകൾ കൂടിയുണ്ട് ജാക്കിക്ക്, എഡ അങ് ചോക്ലാം. പതിറ്റാണ്ടുകൾ നീണ്ട ചലച്ചിത്ര സബരിയ്ക്കിടയിൽ ജാക്കി ചാൻ 71 വയസ്സിൽ എത്തി നിൽക്കുന്നു. ഇന്നും ഒരു യുവാവിനെ പോലെ ഊർജ്ജസ്വലനും സക്രിയനുമാണ് അദ്ദേഹം. ഒരിക്കലൊരു പൊതുവേദിയിൽ ജാക്കി പറഞ്ഞ ഒരു വാചകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച എല്ലാമുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: എന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഇടങ്ങളില്ല, പൊട്ടാത്ത എല്ലുകളില്ല. മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളേറെ. ഒരു തവണ മരണത്തിന് കീഴടങ്ങിയെന്ന് തന്നെ കരുതിയതാണ്. എന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കർമ്മരംഗമാണ് മറ്റെന്തിനേക്കാൾ വലുതെന്ന് വിശ്വസിക്കുന്ന മഹത്തായ മനോഭാവത്തിന്റെ കൂടി മറുവാക്കാണ് ജാക്കി ചാൻ. നിങ്ങളുടെ ഇതിഹാസ താരങ്ങളുടെ ജീവിതം ഈ ചാനലിൽ വീഡിയോ ആയി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇനിയൊരു തവണ കൂടി നിങ്ങൾ ഈ ചാനൽ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക.